ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചീരച്ചെമ്പ് തോരൻ ഉണ്ടാക്കാം. വീട്ടിൽ തന്നെ നിന്ന് ചീരച്ചെമ്പാണ് കേട്ടോ ഇത്. 2-3 പച്ചമുളകും കൂടെ പറിച്ചെടുക്കാം. ഇനി നല്ല രീതിക്കൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. കഴുകിയെടുത്തിട്ട് നമുക്ക് തോരന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ തോരൻ വയ്ക്കാൻ നമുക്ക് സവാള, പച്ചമുളക്, വറ്റൽമുളക്, വെളുത്തുള്ളി ചതച്ചതും കൂടെ ആവശ്യമായിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങയും. അപ്പോൾ അതിന് നമ്മൾ ചട്ടി ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കൊടുക്കുക. അതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച നമ്മുടെ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുക. നല്ല രീതിക്ക് ഇളക്കിയിട്ട് നമ്മുടെ സവാളയും പച്ചമുളകും കൂടെ ഇട്ട് നല്ല രീതിക്കൊന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് ഇച്ചിരി ഇതായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കിയാണ്. എന്നിട്ടാണ് നമ്മൾ അരിഞ്ഞു വെച്ച് നമ്മുടെ ചീരച്ചേമ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ, അതും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്കൊന്ന് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ച് വെക്കണം. എല്ലാം ഒന്ന് യോജിച്ചതിന് ശേഷം നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ കുറച്ച് മതി കേട്ടോ. കുറച്ച് തേങ്ങയും കൂടി ഇട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കി അതൊന്ന് ആയി കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് എല്ലാം കൂടി ഒന്നിച്ച് കൂട്ടി ഒന്ന് വെച്ചിട്ട് ഇതുപോലെ 2 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം. ആ 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇളക്കി വെള്ളമയം ഇല്ലാത്ത രീതിയിലൊന്ന് തോർത്തി ഇതുപോലെ ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.